റമസാനിലെ ആദ്യ ദിനം ഗൾഫിലെ ആരാധനാലയങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികളെത്തി ഖുർആൻ പാരായണവും പ്രാർത്ഥനയും പ്രകീർത്തനങ്ങളുമായി ആദ്യ ദിനത്തെ ഭക്തിസാന്ദ്രമാക്കി. സമൂഹ നോമ്പുതുറകൾ കാരുണ്യത്തിന്റെ കൈനീട്ടമായി മാറി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. റംസാന്റെ ഭക്തിസാന്ദ്രമായ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഗൾഫിലും തുടക്കമായി. മസ്ജിദുകൾ വിശ്വാസികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. സൗദിയിലെ 2 ഹറമുകളും പള്ളികളിലും ആദ്യ ദിനം വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ദുബായ് ഉൾപ്പെടെയുള്ള UAE നഗരങ്ങളിൽ വൈകിട്ട് നോമ്പുതുറ നടന്നു. ഗൾഫിലെ ചെറുതും വലുതുമായ എല്ലാ പള്ളികളിലും സൗകര്യങ്ങൾ നവീകരിച്ചും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയും വിശ്വാസികളെ വരവേറ്റു. ലുലു ഗ്രൂപ്പ് ചെയർമാനും വ്യവസായിയുമായ MA യൂസഫ് അലി റംസാൻ ആശംസകൾ നേർന്നു. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ അസോസിയേഷനുകളും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാ രാജ്യക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പുതുറ സംഘടിപ്പിക്കുകയാണ്. അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഈ സ്നേഹവും സാഹോദര്യവും പരസ്പര ബഹുമാനവും എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ വളരെ കുറവായിരിക്കും. എനിക്ക് പരിശുദ്ധ റമദാൻ ആഗതമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ സഹോദരന്മാരോടും സഹോദരികളോടും പറയാനുള്ളത്, പ്രാർത്ഥന, പരസ്പര സഹായം, കുടുംബത്തിനുള്ള സഹായം, അതുകൂടാതെ പാവപ്പെട്ടവരെയും അശരണരെയും നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും സഹായിക്കാൻ സാധിക്കും. അത് നിങ്ങൾ സഹായിക്കണം. അതിൽ മതം നോക്കരുത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും ദിവസവും ആയിരങ്ങൾ എത്തുന്നു. റംസാൻ വിപണിയിൽ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും അധികൃതർ ആരംഭിച്ചു. ഇതിനിടെ റമദാൻ ഇൻ ദുബായ് എന്ന ആഘോഷത്തിന്റെ ഭാഗമായി ദുബായിലെങ്ങും വിശുദ്ധ മാസത്തിലും ആഘോഷങ്ങൾ സജീവമാണ്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.